ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ട 3ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ STD 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1, ഉത്തരം എഴുതാം. കൂ കൂ. കൂമൻ്റെ നീട്ടിയുള്ള മൂളൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടി ഉണർന്നത്. അമ്മക്കിളി നല്ല ഉറക്കത്തിലാണ്. അവൾ കൂടിൻ്റെ വാതിൽക്കൽ വന്നിരുന്ന് പുറത്തേക്ക് നോക്കി. ഹായ്, നല്ല നിലാവ്. പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ. തൊട്ടടുത്ത പാടത്തിനരികിലൂടെ ഒഴുകുന്ന പുഴ. വെള്ളം പളുങ്കുമണികൾ പോലെ. തെങ്ങോലകൾ കാറ്റത്തിളകിയാടുന്നു. ഏതു നേരത്താണ് ഇതൊക്കെ കാണാൻ കൂടുതൽ ഭംഗി? കുഞ്ഞിക്കുരുവി ചിന്തിച്ചു. ഇതൊക്കെ കാണാൻ ഏറെ ചന്തം നിലാവുള്ള രാത്രിയിൽ തന്നെ. ഈ ഭാഗത്തെ ആസ്പദമാക്കിയിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അത് ചെയ്തു നോക്കാം. കഥ വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം എ, കുഞ്ഞിക്കുരുവി ഞെട്ടി ഉണർന്നതിന്റെ കാരണം എന്താണ്? കൂമന്റെ നീട്ടിയുള്ള മൂളൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നത്. ചോദ്യം ബി, നിലാവ് കണ്ടിട്ട് കുഞ്ഞിക്കുരുവിക്ക് എന്താണ് തോന്നിയത്? പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെയാണ് തോന്നിയത്. ചോദ്യം സി, തന്റെ പരിസരം കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം എന്താണെന്നാണ് കുഞ്ഞിക്കുരുവി ചിന്തിച്ചത്? നിലാവുള്ള രാത്രിയാണ് ഏറ്റവും ഭംഗി എന്നാണ് കുരുവി ചിന്തിച്ചത്, അല്ലേ? ചോദ്യം ഡി, ഭംഗി എന്ന അർത്ഥം വരുന്ന മറ്റൊരു പദം കൂടി കഥയിലുണ്ട്. ആ പദം ഏതാണ്? ചന്തം എന്നാണ്. ചോദ്യം ഇ, കഥയ്ക്ക് ഒരു തലക്കെട്ട് എഴുതുക. നിലാവ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു പാഠം, ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ലേഖനത്തിൻ്റെ ഭാഗമോ അതല്ലെങ്കിൽ ഒരു കവിതയോ എന്തെങ്കിലും തരും. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ചോദ്യം വായിക്കുക, ആ കഥ വീണ്ടും വായിക്കുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഭാഗം വീണ്ടും വായിക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ചോദ്യം വായിക്കുക, വീണ്ടും ആ ഭാഗം വായിക്കുക, തന്നിരിക്കുന്ന ഭാഗം വായിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും തന്നിരിക്കുന്ന ഭാഗം, കഥയോ കവിതയോ എന്താണോ അത് വീണ്ടും വീണ്ടും വായിച്ച് ഉത്തരം അതിൽ തന്നെ ഉണ്ടായിരിക്കും എങ്ങനെയായാലും. അപ്പോൾ ഉത്തരം അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം എഴുതുക. പ്രവർത്തനം 2, സംഭാഷണം എഴുതാം. എലിയും വലയിലകപ്പെട്ട സിംഹവും തമ്മിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും? സംഭാഷണം പൂർത്തിയാക്കൂ. എലി: രാജാവേ, എന്തു പറ്റി? സിംഹം: ഞാൻ ഈ വലയിൽ അകപ്പെട്ടു പോയി. എലി: പേടിക്കണ്ട, അങ്ങയെ ഞാൻ രക്ഷിക്കാം. സിംഹം: വെറുമൊരു ചെറിയ എലിയായ നിനക്ക് എങ്ങനെ എന്നെ രക്ഷിക്കാനാവും? എലി: ഞാൻ എൻ്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് ഈ വല പൊട്ടിക്കാം. സിംഹം: അത് നല്ല ബുദ്ധിയാണ്, എന്നാൽ വേഗം എന്നെ രക്ഷിക്കൂ. എലി: ശരി രാജാവേ. പ്രവർത്തനം 3, കളി വിവരണം. നിങ്ങൾക്ക് പരിചിതമായ ചില കളികളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കളികളുടെ പേരുകൾ ചിത്രത്തിന് താഴെ എഴുതൂ. ആദ്യത്തേത് പ്രാണിയും മക്കളുമാണ്. രണ്ടാമത്തേത് കക്കുകളിയാണ്. മൂന്നാമത്തേത് ഫുട്ബോളാണ്. നാലാമത്തേത് പാമ്പും കോണിയുമാണ്. ഇതിൽ തന്നെ മറ്റൊരു ചോദ്യവുമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. ഒളിച്ചുകളി. ഇത് വളരെ എളുപ്പവും രസവുമുള്ള ഒരു കളിയാണ്. സാറ്റ് കളി എന്നും ഒളിച്ചുകളി അറിയപ്പെടുന്നുണ്ട്. ആദ്യം ഒരാൾ കണ്ണുപൊത്തി 1 മുതൽ 50 വരെ എണ്ണും. ഈ സമയം കൊണ്ട് ബാക്കിയുള്ള കളിക്കാർ ഒളിച്ചു നിൽക്കണം. എണ്ണിയ ആൾ ഒളിച്ചു നിൽക്കുന്ന എല്ലാവരെയും കണ്ടുപിടിക്കണം. ഒളിച്ചു നിൽക്കുന്നവർക്ക് എണ്ണിയ ആളുടെ പേര് പറഞ്ഞ് സാറ്റ് അടിക്കുകയും ചെയ്യാം. ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആളായിരിക്കും അടുത്തതായി എണ്ണേണ്ടത്. ഇങ്ങനെ കളി തുടരാം. പ്രവർത്തനം 4, വരികൾ കൂട്ടിച്ചേർക്കാം. കുഞ്ഞിക്കുരുവിക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ കൊതിയായി. അവൾ കൂട് വിട്ട് പുറത്തേക്ക് പറന്നു. ഹായ്, എത്ര മനോഹരം! കതിരണിഞ്ഞ പാടങ്ങൾ, നിറഞ്ഞൊഴുകുന്ന തോടുകൾ, പുഴയിലെ കുഞ്ഞോളങ്ങൾ, പച്ചപുതച്ച കുന്നുകൾ, പൂവുകൾ, പൂമ്പാറ്റകൾ. കുഞ്ഞിക്കുരുവി കണ്ട കാഴ്ചകളെ കവിതയാക്കാം. കവിതയ്ക്ക് തലക്കെട്ടും നൽകണേ. കുഞ്ഞിക്കുരുവി പറക്കുന്നേ, കൂടും വിട്ട് പറക്കുന്നേ, കുഞ്ഞിക്കണ്ണിൽ നിറയെ നിറയെ കാഴ്ചകൾ പലതും തെളിയുന്നേ. 4 വരി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി വരികൾ ചേർത്ത് നോക്കാം. പച്ച വിരിച്ച പാടങ്ങൾ, കതിരണി നെന്മണി പാടങ്ങൾ, കളകളമൊഴുകും തോടുകളും, ഓളമടിക്കും വെൺപുഴയും, പച്ചപുതച്ച കുന്നുകളും, കാറ്റിൽ ഉലയും പൂവുകളും, പാറി നടക്കും പൂമ്പാറ്റകളും, എത്ര മനോഹരം ഈ കാഴ്ച. ഇങ്ങനെ നിങ്ങൾക്ക് വരികൾ കൂട്ടിച്ചേർക്കാം. ഞാൻ കൊടുത്ത തലക്കെട്ട് നോക്കൂ. കുഞ്ഞിക്കുരുവി എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത് കേട്ടോ. പ്രവർത്തനം 5, ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. നമുക്കിവിടെ ഗാന്ധിജിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ വായിച്ച് അദ്ദേഹത്തെക്കുറിച്ചൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ജനനം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ. രാഷ്ട്രപിതാവാണ്
മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ഭാര്യ കസ്തൂർബ ഗാന്ധിയാണ്. മാതാവ് പുത്ലിഭായ് ഗാന്ധി, പിതാവ് കരംചന്ദ് ഗാന്ധി. മരണം 1948 ജനുവരി 30. പ്രധാന സമരങ്ങൾ: ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. സമരരീതി അഹിംസയാണ്. ബാപ്പുജി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം ആരുടേതാണോ അയാളുടെ പേരെഴുതുക. അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം എഴുതുക. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ബാപ്പുജി എന്ന ഗാന്ധിജി ജനിച്ചത്. അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണ്. മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ ഗാന്ധിയാണ്. മാതാവ് പുത്ലിഭായിയും പിതാവ് കരംചന്ദ് ഗാന്ധിയുമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മഹാനാണ് അദ്ദേഹം. ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയാണ് അദ്ദേഹം നയിച്ച പ്രധാന സമരങ്ങൾ. ആരെയും ദ്രോഹിക്കാത്ത അഹിംസാ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരങ്ങളുടേത്. ഗാന്ധിജിയുടെ ആത്മകഥാ പുസ്തകത്തിൻ്റെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി മരണപ്പെട്ടത്. പ്രവർത്തനം 6. ആശംസാ കാർഡ് തയ്യാറാക്കാം. മാളുവും മുത്തുവും ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ്. കൂട്ടുകാർക്ക് നൽകാനായി അവർ ആശംസാ കാർഡ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. നമുക്കും ഒരു ആശംസാ കാർഡ് തയ്യാറാക്കിയാലോ? ചിത്രങ്ങൾ വരച്ച് നിറം നൽകി മനോഹരമാക്കണേ. നോക്കിക്കേ, ഞാനിവിടെ ക്രിസ്തുമസിനെ കുറിച്ച് ഒരു ചെറിയൊരു ആശംസാ കാർഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലൊരു ആശംസാ കാർഡ് നമ്മൾ എന്തെങ്കിലും ഒരു ഇതൊക്കെ എഴുതിയിട്ട് പ്രിയപ്പെട്ട ഇയാൾക്ക് നിങ്ങളുടെ സുഹൃത്തിന് ക്രിസ്തുമസ് ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശംസാ കാർഡ് എന്തായാലും ഒന്ന് പഠിച്ചു വെച്ച് പോവുക. ഓക്കെ, ഒരു സ്റ്റാർ വരയ്ക്കുക, അല്ലെങ്കിൽ സാന്താക്ലോസിനെ വരയ്ക്കാൻ പറ്റുന്നവർ സാന്താക്ലോസിനെ വരയ്ക്കുക, ഒരു ക്രിസ്മസ് ട്രീ വരയ്ക്കാം. അതൊക്കെ വരച്ച് നിറം നൽകി ഭംഗിയാക്കുക കേട്ടോ. അപ്പോൾ മക്കളെ, ഇതാണ് കേട്ടോ ഏകദേശം ഒരു ചോദ്യപേപ്പറിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം വരാം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലാതെ ഈ ചോദ്യങ്ങൾ തന്നെ വരുമെന്നല്ല കേട്ടോ. അതായത് പുറത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് എന്തായാലും നിർബന്ധമായിട്ടും ചോദിക്കാം. അതുപോലെ സംഭാഷണം ചോദിക്കാം. സംഭാഷണം ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതുക എന്നറിയാലോ. ആരൊക്കെയാണോ ഏത് സന്ദർഭത്തിലാണോ സംഭാഷണം ചോദിക്കുന്നത് 2 പേരെ ഇങ്ങനെ മാറ്റി മാറ്റി എഴുതിയിട്ട് വേണം സംഭാഷണം എഴുതാനായിട്ട്. അതുപോലെ ചുരുങ്ങിയതൊരു 5 സെൻറ്റൻസ് എങ്കിലും 5 പേരെങ്കിലും സംഭാഷണം കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ജീവചരിത്രക്കുറിപ്പ് ചോദിക്കാം. അതായത് ഏതെങ്കിലും ഒരു മഹാന്റെ വിവരങ്ങൾ തന്നിട്ട് ജീവചരിത്രക്കുറിപ്പ് എഴുതാനായിട്ട് ചോദിക്കാം. അതും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആഡ് മോർ ലൈൻസ് അല്ലേ, വരികൾ കൂട്ടിച്ചേർക്കാൻ. ഒരു കവിത 4 വരികൾ തന്നിട്ട് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനായിട്ട് ചോദിക്കാം. അതും നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കൂട്ടിച്ചേർത്ത് പൂരിപ്പിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ കവിതയ്ക്ക് പകരം എന്താവാം, കുറച്ചൊരു കഥയുടെ 4 ഭാഗം തന്നിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം എഴുതാനായിട്ട് അങ്ങനെയും ചോദിക്കാം. ചിത്രങ്ങൾ തന്നിട്ട് കഥ പൂർത്തിയാക്കാനായിട്ട് ചോദിക്കാം. അതും നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയുമല്ലോ. അപ്പോൾ പരീക്ഷ നല്ലതുപോലെ എഴുതുക. മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്